നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു മീൻകറിയാണ് വെക്കാനായിട്ട് പോകുന്നത്. വേമ്പനാട്ട് കായലിലെ നല്ല അടിപൊളി കൂരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു കൂരിക്കറി നല്ല നാടൻ രീതിയിൽ നമുക്ക് വെക്കാം. വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. മീൻ കറി വെക്കുന്നതിന് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻ കറി വെക്കുമ്പോൾ തീർച്ചയായും മൺചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൺചട്ടിയിൽ വെക്കുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി എന്നിവ അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 10 മുതൽ 12 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു 5 മുതൽ 6 കഷ്ണം വരെയുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇതേപോലെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരും. ഇനി നമുക്ക് ഇതേ ഫ്ലെയിമിൽ, ചെറിയ ഫ്ലെയിമിലിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് പൊടിച്ച പെരിഞ്ചീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, ഇത്രയും സാധനം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികളുടെ എല്ലാം പച്ച മണം മാറിക്കിട്ടും. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയുമായി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരും. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് കായലിലെ നല്ല നാടൻ കൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂരിയുടെ മീറ്റ് മാത്രം ഒരു 1.5 കിലോ ഉണ്ട്. അപ്പോൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നേ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തലഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഒരു മീൻ 2 പീസാക്കി എടുത്തിരിക്കുന്നത്, തലഭാഗവും പിന്നെ വാൽഭാഗവുമായിട്ട്. അപ്പോൾ ആദ്യം തലഭാഗം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാൽഭാഗം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരി ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട്, വളരെ കുറച്ച് മുട്ട. അപ്പോൾ അത് നമുക്ക് ഈ കറിയുടെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കറിയും മീനും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 8 to 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മീൻ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, മീനുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിക്കകത്തേക്ക് തവിയോ സ്പൂണോ ഒന്നും ഇടരുത്, പകരം ഇതേപോലെ ചട്ടി കറക്കി ഒന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇതിൻ്റെ ചാറ് ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മുടെ ചട്ടി ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുറന്ന് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാം. തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് വറ്റി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിക്ക് നല്ലൊരു രുചിയും മണവും കിട്ടുന്നതിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു നുള്ളെന്നൊക്കെ പറയാനായിട്ട് അത്രയും അളവിൽ കായപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചട്ടി ഒന്ന് കറക്കി യോജിപ്പിക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു 3 to 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഫ്ലെയിമും ഓഫ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ സ്വയംഭൻ കൂരിക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നമ്മൾ ഇന്ന് വെച്ച കൂരിക്കറി ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ഒരു ഓവർനൈറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലപോലെ ഉപ്പും പുളിയും എരിവും ഒക്കെ മീനിൽ പിടിക്കും. പിന്നെ നല്ല വെന്ത ഉടങ്ങിയ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ കൂരിക്കറി. അപ്പോൾ ഇനി നമുക്ക് ഈ മീൻകറിയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്. ഒരു 2 കിലോ അടുപ്പിച്ച് കപ്പ എടുത്ത് പൊളിച്ച് ചെറിയ പീസുകളാക്കി അരിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ കപ്പയുടെ മേളിലായിട്ട് എത്തുന്ന രീതിയിൽ നമുക്ക് വെള്ളവും ഒഴിച്ചു കൊടുത്ത് കുക്കറിൻ്റെ അടപ്പ് ഇട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കപ്പ നല്ലപോലെ ഒന്ന് വെന്തുടങ്ങി കിട്ടും. ഇനി കപ്പയ്ക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത്, അതിനകത്തേക്ക് ഒരു 3 to 4 പച്ചമുളക്, 2 കഷ്ണം വെളുത്തുള്ളി, 2 കഷ്ണം ചുവന്നുള്ളി, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അരപ്പ് ഈ ഒരു രീതിയിലാണ് അരച്ച് എടുത്തിരിക്കുന്നത്. പേസ്റ്റ് പോലെ ആയിട്ടില്ല, അല്പം തരി തരി പോലെയാണ് നമ്മളിത് അരച്ച് എടുത്തിരിക്കുന്നത്. ഇനി ഈ അരപ്പ് കപ്പയ്ക്കകത്തേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല നാടൻ കപ്പയായതുകൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അരപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കപ്പയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തലേ ദിവസം കറി വെച്ചിരിക്കുന്ന മീൻകറിയുടെ കൂടെ നമുക്കൊരു പിടി പിടിക്കാം. അപ്പോൾ നമുക്ക് കപ്പ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തലേ ദിവസം കറി വെച്ചിരിക്കുന്ന കൂരി മുളകിട്ടതിൻ്റെ കൂടെ ഒരു പിടി പിടിക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.